അടുക്കളയിൽ ചെന്നപ്പോ പച്ചക്കറി മീനും ഒന്നും ഇരിപ്പില്ല. അപ്പൊ എന്നാ ചെയ്യും? ഉള്ള ഐറ്റംസ് കൊണ്ട് ഒരു അടിപൊളി ഊണുണ്ടാക്കാം. ആകെ ഇരുന്നത് ഒരു ഇത്തിരി തേങ്ങ ആയതുകൊണ്ട് അതിപ്പോ മോരുകറിയിൽ ഇടണോ തോരനിൽ ഇടണോ എന്ന് കൺഫ്യൂഷനായി. ലാസ്റ്റ് തോരനിൽ അങ്ങ് ഒതുക്കി. ഈ വൻപയർ തോരൻ എപ്പോഴും എനിക്കൊരു നെസ്റ്റുവാ കേട്ടോ. തേങ്ങ മിച്ചമില്ലാത്തത് കൊണ്ട് മോരുകറിയിൽ തക്കാളി ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് വെള്ളം പോലെ കിടക്കുന്ന മോരുകറി ഇഷ്ടമല്ല കേട്ടോ. മോരുകറി ആകുമ്പോ നല്ല കുറുക്കം വേണം. ചോറിലേക്ക് ഒഴിക്കുമ്പോ അവിടെ നിൽക്കണം. നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ച കേട്ടോ ഈ ഉണക്കച്ചമ്മീൻ. ഇതോടുകൂടി അതും കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ ഉണക്കച്ചമ്മീന്റെ പൊടി കൊണ്ട് മാത്രം ചോറ് കഴിക്കാനും നല്ല രുചിയാ കേട്ടോ. ഇതിൽ എരിവ് ഇച്ചിരി മുന്നോട്ടാണ്. ഉണക്കമീനിൽ ഞാൻ ആകെ കഴിക്കുന്നത് ഈ കുറിച്ചിയാട്ടോ. കറികളെല്ലാം വെച്ച് വന്നപ്പോഴത്തേക്ക് ചോറ് വെച്ചില്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് ചോറും വെച്ച് ഒരു ഓംലെറ്റും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം റെഡിയായി. പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് അങ്ങ് വിളമ്പുക. അവസാനം വന്നപ്പോഴത്തേക്ക് തട്ടിക്കൂട്ടലാണെങ്കിലും നല്ലൊരു അടിപൊളി ഊണായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ മോര് കറിയും ഉണക്കച്ചമ്മീൻ പൊടിയും പയറും ഓംലെറ്റും ഉണക്കമീനും എല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കുക. ഈ ഒരു ഉരുള ഞാൻ വായി വെച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്റെ ചോറ്റുപാത്രം തുറന്ന് കഴിക്കുന്ന കേട്ടോ.